ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും മുജീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ മുജീബ് ഗുരുവായൂർ. നാട്ടിലെ താരങ്ങൾ എന്ന എൻ്റെ പ്രോഗ്രാമിലേക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ഒരുപാട് ചിത്രകലാകാരന്മാരെയാണ്. ഒത്തിരി കലാകാരന്മാരും കലാകാരികളും അവരുടെ സ്വതസിദ്ധമായ കഴിവുകൾ ക്യാൻവാസിലേക്ക് പകർത്തുന്ന അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇന്ന് ഞാൻ പകർത്തുന്നത്. ബ്രഷ് ഉപയോഗിക്കാതെ അല്ലേ? നൈഫില് വർക്ക് ചെയ്തുള്ളതാണ്. അതിന്റെ ഒരു മൂഡ് വേറെയാണ്, അപ്പൊ അതുകൊണ്ട് ഒരു ടെക്സ്ചർ ഫീലാണ് അല്ലേ? അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു വർക്ക് ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ക്യാൻവാസിലാണ് അക്രലിക്കില് മീഡിയത്തിൽ ചെയ്തത്. ഇതിപ്പോ നമ്മുടെ ഈ ലൊക്കേഷൻ വന്നിട്ടുള്ളത് ഇവിടെ ഈ കായൽക്കടവിന്റെ ലൊക്കേഷൻ തന്നെയാണ്. അതെ, ഈ കാണുന്ന കവാടം, കായൽക്കടവിന്റെ കവാടം. ഓക്കെ, എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. മുഴുവൻ സുഖം പകരാനായി വ്യത്യസ്തമായ മറ്റൊരു ചിത്രരീതി കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവർ ഒരുമിച്ച് വന്ന കൂട്ടായ്മയിൽ നിന്നും ഇവിടെ നിന്നുണ്ടായിരുന്ന മനോജ് സാറിന്റെ സഹപ്രവർത്തക ഇവർ വരയ്ക്കാൻ വന്ന ചേച്ചിനെ ഇത് വരച്ചിട്ട് ചേച്ചിക്ക് ഇത് കൈമാറുന്നു പിക്ചർ. അപ്പോൾ അതും കൂടി നമുക്കൊരു ഇന്നൊരു വിരുന്നാണ് ഇവിടെ. അതൊരു വ്യത്യസ്ത അനുഭവം. താങ്ക് യു, വലിയ സന്തോഷം. കാരണം ഞാൻ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. പല സ്ഥലത്തുനിന്നും ഇങ്ങനെ വാട്ടർ കളർ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും നമ്മളെ ഇഷ്ടം തോന്നിക്കുന്ന ഒരു വാട്ടർ കളർ എന്നൊക്കെ പറയില്ലേ, മുഖമൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് വരയ്ക്കണ മനോജ് സാർ തന്നെ ചിത്രം വരച്ച് തരാൻ എനിക്ക് തന്നതിൽ വലിയ ഒരു സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മള് ഇത് എക്സ്ട്രീമാണ്. പിന്നെ കുറച്ച് ടെൻഷൻ എനിക്കിപ്പോ എന്റെ ഫോൺ വീണ് പോയി പറഞ്ഞില്ലേ, അപ്പം ഡിസ്പ്ലേ ഒക്കെ പോയിട്ടിരിക്കണോണ്ട് ചെറിയ മുഖത്ത് ചിലപ്പോ സന്തോഷം ഉള്ളിലുണ്ടെങ്കിലും ചിലപ്പോ ചെറിയ സങ്കടം അതുള്ളതുകൊണ്ട് ചെറുതായിട്ട് ചെറിയൊരു മുഖത്ത്. അതായത് ചേച്ചിയുടെ ഫോണൊന്ന് വീണ് പോയി ഇവിടെ വന്നിട്ട്, അപ്പൊ ആ ഒരു സങ്കടം ചേച്ചിക്ക് ഉണ്ട്. ആ പ്രോഗ്രാം കാണാൻ പറ്റൂല, ഫോണും പോയി. പക്ഷെ ഇങ്ങനെയുള്ള കൂട്ടുകാർ ഗുരുവായൂർക്കാരിയാ, താമസിക്കുന്ന വരടിയം. ഞാൻ മ്യൂസിക് ടീച്ചറാണ്. പേരെന്തായിരുന്നു? ലത ഗുരുവായൂർന്നാണ് എന്റെ പേര്. ഒരു രണ്ടുപേര് പാട്ട് നമുക്കൊന്ന് പാടാൻ പറ്റുമോ? എന്നാ ആയിക്കോട്ടെ, ഫോട്ടോ നമുക്ക് കാണാം. ഞാൻ ഒരു പ്രയർ സോങ് പാടാം. ആയിക്കോട്ടെ. പരീക്ഷണത്തിൻ വാൾമുനയേന്തി പടനിലത്തിൽ നമ്മൾ വീഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി നാദാ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. വളരെ മനോഹരം. വരച്ചു എന്ന് പറയുമ്പോൾ വെറുതെ ഒരു വരയ്ക്കണം പ്രതീക്ഷിച്ചിട്ടല്ല വന്നേ. ചെറിയൊരു പേപ്പർ എടുത്ത് വന്നതാണ്. വാട്ടർ കളർ എനിക്ക് പരിചയമില്ലാത്ത മീഡിയ ആണ്. പക്ഷേ ഇവരെ വലിയ പുലികളുടെ അടുത്തൊക്കെ നമ്മൾ വരയ്ക്കുക. ഞാൻ ഏറ്റവും ശ്രമിക്കുക ഈ ക്യാമ്പുകളിലൊക്കെ വരുമ്പോൾ മറ്റുള്ളവരെ കാണുക എന്നുള്ളതാണ്. ഞാൻ അത് കണ്ടിട്ട് നമ്മൾ കുറെ പഠിക്കാനുണ്ട്. കൂടുതൽ കൂട്ടം കൂടിയൊന്നും വരച്ചു എന്നതുകൊണ്ടൊന്നും നേടാൻ പോണില്ല. എന്തായാലും വരച്ചതും മനോഹരമായിട്ടുണ്ട്, പാട്ട് പാടിയത് അതിലും മനോഹരമായിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം പരിചയപ്പെട്ടത്. താങ്ക് യു. ഡാനിക്കയിൽ എവിടെയാണ് വീട് വന്നിട്ട്? ഇവിടെ തൃക്കൂര, ഒല്ലൂര് കഴിഞ്ഞിട്ട്. അതെ അല്ലെ, ഒല്ലൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെ ഇതും വീടൊക്കെ ആയിട്ട്. ഓക്കെ, വളരെ ലോങ് നിന്ന് നമുക്ക് ഇവിടെ പുഴയുടെ അങ്ങേ തലക്ക് കാണുന്നുണ്ട്. അതാണ് സാധനം അല്ലേ? ഓക്കെ, എനിക്ക് കണ്ടപ്പോ ഒരു അതിശയം തോന്നിയിട്ടാ. ഞാൻ എവിടെ ഒരു കണ്ടുപരിചയം തോന്നിയൊരു പിക്ചർ. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് വരയ്ക്കായിരുന്നു. അപ്പൊ മഴ വന്നപ്പോ ഇങ്ങോട്ട് പോന്നു. ഓക്കെ, അപ്പൊ ആ ലൊക്കേഷനിൽ വരച്ചത്. വളരെ നാൾ ഞാൻ ഈ ഫൈൻ ആർട്സിൽ പഠിച്ചതായിരുന്നു. പിന്നെ പട്ടാളത്തിൽ പോയി, അത് റിട്ടയർഡ് വന്ന് രണ്ടാമത് ഇപ്പോ ഇതിലേക്ക് പിന്നെയും ഇറങ്ങിയിരിക്കുകയാണ്.
അപ്പൊ നിസ്സാരക്കാരനല്ല, നമ്മളൊരു മിലിറ്ററിക്കാരനായിട്ടുള്ള കലാകാരനാണ് നമുക്ക് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. പലരും കലാരംഗത്ത് തുടരുന്ന ആൾക്കാരാണ്, ഇത് വ്യത്യസ്തനായ ഒരു കലാകാരനാണ്. അപ്പോൾ ഇത് ഇപ്പൊ ഫസ്റ്റ് എൻ്റെ ക്യാമ്പാണ്. അതെ അല്ലേ? ആ, എന്തായാലും പരിചയപ്പെടാൻ സന്തോഷം. ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? നല്ല വിശേഷം. എന്താ പേര് വന്നിട്ട്? എന്റെ പേര് മനോജ് പുളക്കൽ. ഓക്കെ. എവിടെ ഇപ്പൊ സ്ഥലം? ഞാന് മലപ്പുറം കോട്ടക്കലാണ്. കോട്ടക്കല്. ഇന്നിപ്പോ ജയ്സേട്ടന്റെ നിങ്ങളുടെ ഈ കൂട്ടായ്മയിലുണ്ട്. ഞാൻ ഈ കൂട്ടായ്മയില് ഫസ്റ്റ് ടൈമാണ്. അതെ. എന്തിലാണ് ചിത്രരചനയിലെ ഏത് ഭാഗമാണ് ഇപ്പൊ സ്പെഷ്യൽ ചെയ്യുന്നത്? വാട്ടർ കളറാണ്. വാട്ടർ കളർ. അതെ അല്ലേ? ഞാനിപ്പോ അടുത്ത് വന്നിട്ടുള്ളൂ. പക്ഷെ എല്ലാരും ഒന്ന് പരിചയപ്പെടാം. ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള ഒരു ഉദ്ദേശമല്ല, എല്ലാരും ഒന്ന് പരിചയപ്പെടാലോ. ആദ്യമായിട്ടുള്ള ഒരു ടീമല്ലേ, അങ്ങനെ എല്ലാരും ഒന്ന് കാണാൻ വിചാരിച്ചിട്ട്. അങ്ങനെ. എന്താണ് വേറെ പ്രൊഫഷൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതന്നെയാണ് പ്രൊഫഷൻ. അതെ. വാട്ടർ കളർ തന്നെ, ക്ലാസ്സുകളുമായിട്ട് വർക്ക്ഷോപ്പ് ഒക്കെ ആയിട്ട് പോകുന്നു. അതെ അല്ലേ? ഓക്കെ. തൃശ്ശൂരില് അടുത്ത മാസം വർക്ക്ഷോപ്പ് ഉണ്ട്. ഉണ്ടോ? ഗാലറി, ആർട്ട് ഗാലറി പോലെ അങ്ങനെ? അവിടെ ഒരു ഹോട്ടലിലാണ്. ഹോട്ടലിലാണ് ക്ലാസ്. അങ്ങനെ. ഓക്കെ. അപ്പോൾ നമ്മുടെ കുടുംബവും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? കുടുംബം അച്ഛനില്ല, അമ്മ, ഏട്ടന്മാര്, അനിയൻ, ഭാര്യ, മക്കളൊന്നും ആയിട്ടില്ല. ഓക്കെ. ഓക്കെ, എന്തായാലും പരിചയപ്പെടാൻ സന്തോഷം. ഓക്കെ. ഓക്കെ. നമ്മളിപ്പോ ഇവിടെ ഗുരുവായൂരിലെ കലാകാരന്മാര് കൂട്ടിമുട്ടി ഗുരുവായൂരില്, തൃശ്ശൂര്, അങ്ങനെ പല സ്ഥലത്തുനിന്നും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഞെട്ടിച്ചോണ്ടൊരു ആളോട് ഇരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നല്ല, കേരളത്തിന്റെ ഒക്കെ പുറത്തുനിന്ന് ചാടി വീണിട്ടുണ്ട് ഇവിടേക്ക് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ആളെ പരിചയപ്പെടുത്താം. എവിടെ നിന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ ബാംഗ്ലൂർ അടുത്ത് ഹോസൂർ എന്നാണ് വരുന്നത്. ബോർഡറാണ്. അവിടുന്ന് ഇപ്പൊ ഇന്ന് ഈ മെസ്സേജ് കിട്ടിയിട്ട് ജയ്സേട്ടന്റെ ഇന്ന് ഈ ചിത്രകൂട്ടിന്റെ മെസ്സേജ് കിട്ടിയിട്ട് ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഇതിനു മുന്നേ ഞാൻ 2-3 ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് ജയ്സന്റെ കൂടെ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു സൗഹാർദ്ദമാണ് ഇവിടെ. ഭയങ്കര ഒരു എല്ലാവരും സോഷ്യലായിട്ട് ഇങ്ങനെ നല്ല പഴകും. Ready? 1, 2, 3. ചിത്രകലാകാരന്മാരുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.